السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാനവ സമൂഹത്തിൻ്റെ സമാധാനവും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി സംഘടനകളും പാർട്ടികളും പ്രത്യയശാസ്ത്രങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന് ആധുനിക മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന വിഷയങ്ങളിൽ, പ്രതിസന്ധികളിൽ, നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിർദ്ദേശിക്കുന്ന പരിഹാരമെന്ത് എന്നുള്ളത് ഈ നാട്ടിലെ ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ സവിസ്തരം പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പരിപാടി ഈ സായാഹ്നത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന ജില്ലകൾ തോറും സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാമിലി കോൺഫറൻസിൻ്റെ പ്രചാരണ ഉദ്ഘാടനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ നിരവധിയുണ്ട്. അവയൊക്കെ സ്വീകരിച്ചിരിക്കുന്ന പേരുകളും പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊടികളുടെ നിറങ്ങളും വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളും വിവിധങ്ങളാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. നാട്ടിൽ സമാധാനമുണ്ടാകണം, സുരക്ഷിതത്വമുണ്ടാകണം, ശാന്തി കളിയാടുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ നിലവിൽ വരണം. അതിനു എന്തുണ്ട് മാർഗമെന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിവിധ പാർട്ടികളും പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടേതായ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ഒരു പുതിയ ആശയമല്ല, ഈ പ്രപഞ്ചത്തോളം പഴക്കമുള്ള ഒരാശയമാണ്, മനുഷ്യരാശിയോളം പഴക്കമുള്ള ഒരാശയമാണ്. ഒന്നാമതായി, മാനവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ മനുഷ്യൻ ആരാണ്, മനുഷ്യൻ എന്താണ്, മനുഷ്യൻ എവിടെ നിന്ന്, മനുഷ്യൻ എങ്ങോട്ട് എന്ന ചോദ്യത്തിനാണ് ഒന്നാമതായി ഉത്തരം ആവശ്യമായിട്ടുള്ളത്. കേവലം ശരീരത്തിനപ്പുറം, ദേഹത്തിനപ്പുറം മനുഷ്യനെ മനുഷ്യനാക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഘടകമുണ്ട് എന്നതാണ് മതം മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. മതമെന്ന് പറയുമ്പോൾ ആ വാക്ക് പോലും തെറ്റിദ്ധരിച്ചൊരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. കാരണം മതമെന്ന വാക്കിലെ രണ്ടാമത്തെ അക്ഷരത്തിന് മാറ്റം വന്ന് മതമായി തീർന്ന, ഭ്രാന്തായി തീർന്ന, കലാപത്തിൻ്റെ ആഹ്വാനമായി തീർന്ന, വിഭാഗീയതയുടെ വിത്തുപാകി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആശയമാണ് മതം എന്ന് പൊതുസമൂഹം, പുതിയ തലമുറ തെറ്റിദ്ധരിച്ചു പോകത്തക്ക വിധത്തിൽ മതത്തെ രാഷ്ട്രീയ ഭൗതിക താല്പര്യത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ മതമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സത്യമായ, അടിസ്ഥാന സത്തയായ ഒരാശയത്തെ സംബന്ധിച്ചാണ്. അത് ഞാൻ വഴിയെ വിശദീകരിക്കാം. ആ മതം മനുഷ്യനെ വ്യാഖ്യാനിക്കുന്നത് കേവലമായ ഭൗതിക ഘടക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലിത രൂപമായിട്ടല്ല. കാരണം മനുഷ്യന് ഉണ്ടാക്കാൻ സാധ്യമാകുന്ന പ്രപഞ്ചത്തിൽ ലഭ്യമായ ഘടക രാസ ഭൗതിക വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് ഒരു മനുഷ്യനെ ഉണ്ടാക്കുക സാധ്യമല്ല. ഭൗതികമായ പദാർത്ഥത്തിനപ്പുറം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരാശയമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. ഈ താമരശ്ശേരി നാഷണൽ ഹൈവേയിലൂടെയെങ്കിലും ഒരപകടമുണ്ടായി എന്ന് സങ്കല്പിക്കുക. എല്ലാ അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും ജഗന്നിയന്താവ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു അപകടം സംഭവിച്ച് റോട്ടിൽ ചോരയിൽ കുതിർന്ന് കിടക്കുന്ന ഒരു സഹോദരനെ ഉടനെ എടുത്ത് ആശുപത്രിയിലെത്തിച്ച് അവിടെ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുന്നു, എന്തു ചെയ്യാൻ, ദൈവവിധിയല്ലേ, കഴിഞ്ഞു എന്ന്. അതുവരെ അയാളെ അഭിസംബോധന ചെയ്ത വാക്കല്ല പിന്നീട് അഭിസംബോധന ചെയ്യുന്നത്.
മുഹമ്മദേ എന്നല്ല, സുരേഷേ എന്നല്ല, ജോസഫേ എന്നല്ല, പിന്നെ ഡെഡ് ബോഡി എപ്പോഴാണ് എടുക്കുക എന്നാണ്. ഡെഡ് ബോഡി എപ്പോഴാണ് മറവ് ചെയ്യുക എന്നാണ്. ആ അഭിസംബോധന ചെയ്ത പേര് മാറാൻ എന്തേ കാരണം? എന്തോ ഒന്ന് അവിടെ നഷ്ടമായി തീർന്നിട്ടുണ്ട്. ആ നഷ്ടമായതിനെയാണ് മതം ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആത്മാവിനെ നിഷേധിച്ചു എന്നതാണ് ഭൗതിക പ്രസ്ഥാനങ്ങൾക്ക് ലോകത്ത് പറ്റിയ ഏറ്റവും വലിയ പരാജയം. പക്ഷേ ആത്മാവിനെ നിഷേധിച്ചാൽ പോലും അറിയാതെ അംഗീകരിച്ചു പോകാറുണ്ട്. ഞാൻ ഈ താമരശ്ശേരിയിൽ സ്ഥിരമായി ബസ് കാത്തു നിൽക്കുന്ന ആളാണ്. ഇവിടെ ഞാൻ പല ദിവസങ്ങളിലും ഒട്ടനവധി പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. പല കേരളത്തിലെ ഈ നാട്ടിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ മരിക്കുമ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓരങ്ങളിൽ ഈ അങ്ങാടിയിൽ പലപ്പോഴും അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കപ്പെടാറ്. ആ അനുശോചന യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളെയൊക്കെ നേതാക്കൾ പ്രസംഗിക്കും. മരണപ്പെട്ട വ്യക്തി നാടിനു വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ച് പറയും. എല്ലാവരും അവസാനം പ്രസംഗം അവസാനിപ്പിക്കാറുള്ളത് ഒരൊറ്റ വാചകം പറഞ്ഞുകൊണ്ടാണ്: മരണപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഇന്ന നേതാവിൻ്റെ പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. എന്താണ് സഹോദരങ്ങളെ പരേതാത്മാവ് എന്നത്? എന്താണ് ഈ നിത്യശാന്തി എന്നത്? ആത്മാവില്ല മനുഷ്യന് എന്ന് വാദിക്കുന്ന ആളുകൾ പോലും അനുശോചന യോഗങ്ങളിൽ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കാറുള്ളത് ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യൻ അവൻ്റെ ദേഹത്തിനപ്പുറം അവനാക്കുന്ന ഒരു ദേഹിയുണ്ട്, ആത്മാവുണ്ട് എന്നതാണ് അടിസ്ഥാനപരമായി ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ആ ആത്മാവാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. ആ ആത്മാവിന് നിത്യശാന്തി ലോകമുണ്ട്. അതാണ് പരേതാത്മാവിന് നിത്യശാന്തി നേരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഭൗതിക വസ്തുവിനപ്പുറം അവനാക്കി മാറ്റുന്ന ആത്മാവ് എന്താണ്? ആ ആത്മാവിൻ്റെ വിമലീകരണം എങ്ങനെ സാധ്യമായി തീരും? മനുഷ്യൻ്റെ ഐക്യം, മനുഷ്യൻ്റെ സമാധാനം, മനുഷ്യൻ്റെ ശാന്തി അടിസ്ഥാനപരമായി സാധ്യമാകുന്നത് എവിടെയാണ്? അതെങ്ങനെയാണ്? ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് മതങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതമെന്ന് പറയുന്നത് തങ്ങളുടെ ദൈവങ്ങളുടെ ജന്മഭൂമികളുടെ പേരിൽ തർക്കിക്കപ്പെടുന്ന, തങ്ങളുടെ ആരാധ്യ വസ്തുക്കളുടെ പേരിൽ മനുഷ്യർ ഭിന്നിക്കുന്ന, മതത്തിൻ്റെ മുദ്രാവാക്യങ്ങളുടെ പേരിൽ പരസ്പരം നിർബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെളുപ്പിക്കുന്ന കലാപത്തിൻ്റെ ആഹ്വാനമായി മതം മാറുമ്പോൾ സ്വാഭാവികമായി മതത്തെ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. പക്ഷെ ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് മനുഷ്യനെ സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിക്കുന്ന, മനുഷ്യന് ഐക്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന, മനുഷ്യന് സ്നേഹത്തിൻ്റെ വേദമോദിക്കൊടുക്കുന്ന അടിസ്ഥാനപരമായ മതത്തെ സംബന്ധിച്ചാണ്. ആ മതത്തിൻ്റെ അടിസ്ഥാനം എന്നത് ദൈവമാണ് എന്ന് നമുക്കറിയാം. ആരാണ് ദൈവം? എന്താണ് ദൈവം? അത് വളരെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകുന്ന ഒരു നിമിഷമുണ്ട്. നമുക്കെല്ലാവർക്കും ഇന്നിൻ്റെ പുലരിയിൽ പോലും കാണാൻ സാധിച്ചാണ്. താമരശ്ശേരി ഈ ടൗൺ പ്രദേശത്തെ സ്കൂളുകളിൽ രാവിലെ ബെല്ലടിച്ച സമയത്ത് 10 മണിക്ക് ബെല്ലടിച്ചപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ കഴിയുന്ന ഈ നാട്ടിലെ സ്കൂളിൽ ബെല്ലടിച്ചാൽ എല്ലാ കുട്ടികളും എഴുന്നേറ്റു നിന്നൊരു പ്രാർത്ഥന ചൊല്ലും. സെക്കൻഡ് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആരോടാണ് പ്രാർത്ഥിക്കുക? എന്താണ് പ്രാർത്ഥിക്കുക? അവിടെ എല്ലാ കുട്ടികളും ചൊല്ലിയതൊരൊറ്റ പ്രാർത്ഥനയാണ്: അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്ന്. അവിടെ എല്ലാവരും ഒന്നാവുകയാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം അത് പറയുമ്പോൾ ഒന്നാകുന്നു. വർഗീയതയില്ലാതെ വിഭാഗീയതയില്ലാതെ മനുഷ്യർക്ക് മുഴുവൻ വായു നൽകിയ, വെള്ളം നൽകിയ പ്രപഞ്ചത്തിന്റെ അധിപനെയാണ്. രാവിലെ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ചു ചൊല്ലി വിവിധ ഭാഷകളിൽ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ലോകൈക നായക സർവസംരക്ഷക എന്നിങ്ങനെ തുടങ്ങി പറയുന്നതെല്ലാം ഒരൊറ്റ ശക്തിയോടാണ്. വർഗീയതയില്ലാത്ത ശക്തി, പ്രപഞ്ചത്തിന്റെ അധിപനായ സാക്ഷാൽ സർവേശ്വരൻ അല്ലാഹു ജഗന്നിയന്താവ്. അപ്പൊ എപ്പോഴാണ് എല്ലാവരും ഒന്നാകുന്നത്? നമ്മൾ കാണുന്നു രാവിലെ സ്കൂളിൽ ബെല്ലടിച്ചാൽ എല്ലാവരും ഒന്നാകുന്ന നിമിഷം ഒരൊറ്റ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ. കാരണം മനുഷ്യരുടെ മുമ്പിൽ എല്ലാ ചോദ്യങ്ങൾക്കും ലഭിക്കുന്ന ഏക ഉത്തരമുണ്ട്. വായു ആര് നൽകി എന്ന് ചോദിച്ചാൽ മഹാനായ ശ്രീരാമൻ നൽകിയതാണ് എന്ന് പറയാറില്ല, മുഹമ്മദ് നബി നൽകിയതാണ് എന്ന് പറയാറില്ല, യേശു ക്രിസ്തു നൽകിയതാണ് എന്ന് പറയാറില്ല. മറിച്ച് യേശുവിൻ്റെ ദൈവമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവമായ മഹാനായ ശ്രീരാമന്റെ ദൈവമായ പ്രപഞ്ചത്തിന്റെ അധിപനായ വർഗീയതയില്ലാത്ത വിഭാഗീയതയില്ലാത്ത
ഉണ്ണാത്ത ഉറങ്ങാത്ത മയങ്ങാത്ത ഏകനായ സർവേശ്വരൻ. എങ്കിൽ പിന്നെ നമ്മൾ എന്തിന്റെ പേരിൽ കലഹിക്കണം? ആ ദൈവത്തിന്റെ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നതെങ്കിൽ, ആ ദൈവത്തിന്റെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ, നമ്മുടെ അയൽവാസിയായ മറ്റൊരാളെ ഇതര മതക്കാരനാണെന്ന പേര് പറഞ്ഞ് അടിച്ചു കൊല്ലുന്നത് എന്തിനു വേണ്ടി? അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മർദ്ദിക്കുന്നത് എന്തിന്റെ പേരിൽ? പരസ്പര വിഭാഗീയത ഉണ്ടാക്കുന്നത് എന്തിന്റെ പേരിൽ? ചിന്തിക്കേണ്ടതല്ലേ സഹോദരങ്ങൾ? ഈ സർവേശ്വരൻ മനുഷ്യൻ ആരെന്ന് പഠിപ്പിച്ചു, മനുഷ്യൻ എന്തെന്ന് പഠിപ്പിച്ചു, മനുഷ്യൻ എന്തിനു വേണ്ടി എന്ന് പഠിപ്പിച്ചു. ഒന്നാമതായി മനുഷ്യനെ ബോധ്യപ്പെടുത്തിയത്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നീ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തണം, ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ സമ്പന്നനുണ്ട്, ദരിദ്രനുണ്ട്, നല്ലവരുണ്ട്, ചീത്തയായ ആളുകളുണ്ട്. വ്യത്യസ്തമാണ് ലോകത്തെ അവസ്ഥ. എല്ലാ മനുഷ്യരും വിവിധ രൂപങ്ങളിലുള്ളവരാണ്. മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരുണ്ട്, അക്രമം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്തിന്റെ അർത്ഥം എന്താണ്? അവിടെ ഇസ്ലാം മനുഷ്യനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒന്ന്, നീ നിന്റെ ദൈവത്തെ, നിന്റെ ആരാധന തിരിച്ചറിയുക. അതിനെന്തു വേണം? ലോകത്തെ നീ ഒന്ന് പഠിക്കാൻ തയ്യാറാകണം, ഈ പ്രപഞ്ചത്തെ നീ മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ الناس വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ് ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ഈ പ്രപഞ്ചത്തിൽ നിനക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, കോടിക്കണക്കിന് വരുന്ന നക്ഷത്രഗോളങ്ങളുള്ള, എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയായ പ്രപഞ്ചം, അനന്തമജ്ഞാതമവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങനെ എങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു? പ്രവിശാലമായ പ്രപഞ്ചം, കോടിക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം കൂട്ടിമുട്ടലുകളില്ലാതെ വ്യവസ്ഥാപിതമായി സഞ്ചരിക്കുന്നതിന് പിന്നിലുള്ളത് എന്താണ്? സഞ്ചരിക്കുന്നതിന് പിന്നിലുള്ളത് എന്താണ്? ഇവയെ കറക്കുന്നത് ആരാണ്? ഏതൊരു വസ്തുവും ചലനം ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം, ഒരു ഫോഴ്സ് വേണം. കൊച്ചുകുട്ടികൾ പോലും പഠിക്കുന്നതാ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, പ്രധാനമായ 3 ആ ചലന നിയമങ്ങൾ അനുസരിച്ച് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്തു, ബലത്തെ വ്യാഖ്യാനിച്ചു. ചലനം ഉണ്ടാക്കണം, അപ്പോഴാണ് അതിന് ബലമെന്ന് പറയുന്നത്. ആ ചലനം ഉണ്ടാകണമെങ്കിൽ ബലം പ്രയോഗിക്കണം. ആ ബലം എവിടെ നിന്ന് വരണം? പുറത്തു നിന്നാകണം. ഒരു കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരാള് കാറിന്റെ ഫ്രണ്ട് ഭാഗത്ത് തള്ളിയ കാറ് നീങ്ങില്ല, കാറിന്റെ പുറത്തു നിന്ന് തള്ളണം. ചലനം സംഭവിക്കണമെങ്കിൽ പദാർത്ഥത്തിന്റെ പുറത്തു നിന്നാകണം. ചലനം ഈ പ്രപഞ്ചത്തിലെ സുസ്ഥിര യാഥാർത്ഥ്യമാണെങ്കിൽ, എല്ലാ വസ്തുക്കളും ചലനാവസ്ഥയിലുള്ളതാണെങ്കിൽ, ആ വസ്തുക്കൾക്കുള്ളിലുള്ള ഒരു ശക്തിക്ക് അവയെ ചലിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് പുറത്തു നിന്നുള്ള ബലത്തിന് മാത്രമേ ചലനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചലനത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ചാതീതനായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ സാന്നിധ്യം പ്രപഞ്ച വസ്തുക്കൾക്കുള്ളിലല്ല, അതിന് പുറത്താണ്. ഇസ്തവ അലൽ അർഷ്, ആ സർവേശ്വരൻ സിംഹാസനസ്ഥനാണ്, പ്രപഞ്ചാതീതനാകുന്നു ദൈവം. 2, മനുഷ്യൻ തന്റെ വേദനകളും യാതനകളും അവതരിപ്പിക്കാനുള്ള ഒരു ശക്തിയായിട്ടാണ് ദൈവത്തെ കാണുന്നത്. അങ്ങനെയാകുമ്പോ കാലത്തിനതീതമായി അത് സാധിക്കണം. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് കഴിയണം, ഇന്നുള്ള ആളുകൾക്കും തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം. അതിനെന്തു വേണം? ജനനമില്ലാത്തൊരു ശക്തിയാകണം, മരണമില്ലാത്തൊരു ശക്തിയാകണം. ജനനമില്ലാത്ത ശക്തിയാകുമ്പോഴേ ജന്മസ്ഥലമില്ലാത്ത ശക്തിയാകുള്ളൂ. മരണമില്ലാത്ത ശക്തിയാകുമ്പോഴേ കാലാകാലം മനുഷ്യന്റെ അവലംബമാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജാതനും ജനകനുമല്ല, ലം യലിദ് വലം യൂലദ്, ജനിച്ചിട്ടില്ലാത്ത മരണമില്ലാത്ത, ജനനവും മരണവും എന്നത് സൃഷ്ടിയുടെ സ്വഭാവമാണെങ്കിൽ അതിനതീതനാകുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവേശ്വരനായ തമ്പുരാൻ, യഥാർത്ഥ ദൈവം അല്ലാഹു സർവശക്തൻ. 3, മനുഷ്യൻ അവന്റെ വേദനകളും യാതനകളും സമർപ്പിക്കുന്നത് തൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ്. ലോകത്ത് പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരുപാട് ശക്തികളുണ്ട്. പക്ഷേ എല്ലാ മനുഷ്യരുടെയും ഭാഷ അറിയുന്ന ഏതെങ്കിലും ശക്തിയുണ്ടോ? എല്ലാ മനുഷ്യരുടെയും ഭാഷ അറിയുന്ന ഏതെങ്കിലും ശക്തിയുണ്ടോ? ഭാഷ മനുഷ്യന്റെ പരിമിതിയാണ്, ഭാഷ മനുഷ്യന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഭാഷകൾക്കതീതമായി മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയണം. അതാർക്കാണ് സാധിക്കുക? യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. ഭാഷയുടെ പോലും ആവശ്യമില്ലാതെ ഹൃദയാന്തരാളങ്ങളിലുള്ള വികാര വിക്ഷോഭ ചലനങ്ങൾ അറിയുന്ന മനുഷ്യന്റെ സൃഷ്ടാവായ നാഥൻ മാത്രം.
നാലാമത്തെ ഒരു സവിശേഷത, ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ തകരാറുകൾ അറിയുക അതിനെ ഉണ്ടാക്കിയ ആൾക്കാണ്. ഈ ലൗഡ് സ്പീക്കർ ചീത്തയായാൽ അത് നന്നാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ രൂപരേഖ അതിൻ്റെ കമ്പനി ആദ്യം പുറത്തിറക്കിയിട്ടുണ്ടാകും. മനുഷ്യനെന്ന അത്ഭുതത്തിൻ്റെ കലവറയായ ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കാണ് സാധിക്കുക? മനുഷ്യൻ്റെ സ്രഷ്ടാവിന് മാത്രമാണ്. അപ്പോൾ ആരാധിക്കപ്പെടേണ്ടുന്ന ദൈവം, പ്രാർത്ഥിക്കപ്പെടേണ്ടുന്ന ദൈവം, സ്രഷ്ടാവായ ഏകനായ സർവേശ്വരൻ. ഇതെത്ര സുതരാം വ്യക്തമായ ഒരാശയമാണ് സഹോദരങ്ങളെ. വർഗീയതയില്ലാത്ത വിശ്വാസം, പരസ്പര കലാപാഹ്വാനങ്ങൾ ആവശ്യമില്ലാത്ത വിശ്വാസം, പച്ചവെള്ളം പോലെ സൂര്യപ്രകാശം പോലെ ലളിതമായ സത്യം, സൃഷ്ടാവായ ദൈവം, പ്രപഞ്ചാതീതനായ ദൈവം, ഉണ്ണുകയും ഉറങ്ങുകയും മയങ്ങുകയും ചെയ്യാത്ത ലോകത്തിൻ്റെ സൃഷ്ടാവായ നാഥൻ, അവൻ്റെ കൽപ്പനയനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നക്ഷത്ര ലോകത്ത് പ്രശ്നങ്ങളില്ലാത്തത്, ജന്തുലോകത്ത് പ്രശ്നങ്ങളില്ലാത്തത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഒരു കാക്ക എങ്ങനെ കൂടുണ്ടാക്കിയോ അതേ വിധത്തിൽ ഇന്നും അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മൃഗം എങ്ങനെ മാളമുണ്ടാക്കിയോ അതേ വിധത്തിൽ ഇന്നും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മനുഷ്യ ലോകത്ത് മാറ്റങ്ങളുണ്ട്. അത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത. മനുഷ്യൻ മൃഗതുല്യനല്ല, മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാണ്. മനുഷ്യനും മൃഗവും തമ്മിൽ സാമ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് നാസാരന്ധ്രങ്ങളുണ്ട്, മൃഗങ്ങൾക്കും ശ്വസന സംവിധാനങ്ങളുണ്ട്. മനുഷ്യർക്ക് രക്തമുണ്ട്, മാംസമുണ്ട്, മൃഗങ്ങൾക്കും രക്തമുണ്ട്, മാംസമുണ്ട്. മനുഷ്യർക്ക് അസ്ഥി സംവിധാനമുണ്ട്, മൃഗങ്ങൾക്കും അസ്ഥി സംവിധാനമുണ്ട്. ഇതൊക്കെ രണ്ടു കൂട്ടർക്കും ഒരേപോലെയാണ്. എന്നാൽ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും വിഷയത്തിൽ മനുഷ്യൻ വ്യത്യസ്തനാണ്. അവന് ഈ പേര് കിട്ടാൻ തന്നെ കാരണം മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്നതുകൊണ്ടാണ്. മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് ഈ ലോകത്തെക്കുറിച്ച് പഠിച്ച് ഈ ലോകത്തെ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെക്കുറിച്ച് വിവേകപൂർവം ചിന്തിക്കുമ്പോൾ മനുഷ്യന് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, ഞങ്ങളുടെ നാഥ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. പ്രപഞ്ചത്തിൻ്റെ സംവിധാനത്തിനു പിന്നിൽ, സൃഷ്ടിപ്പിനു പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യൻ ജീവിതത്തെ വിവേകപൂർവം നോക്കിക്കാണേണ്ടുന്നവനാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും മനസ്സിലാക്കേണ്ടുന്നവനാണ്. ശരി സഹോദരങ്ങളെ, ആത്മാവുള്ള സൃഷ്ടിയാണ് മനുഷ്യനെങ്കിൽ, അവനൊരു സൃഷ്ടാവുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ മുമ്പിലെ മൂന്നാമത്തെ പ്രശ്നം, ഞാൻ നല്ലവനായി ജീവിക്കണം. ഞാൻ എങ്ങനെ നല്ലവനായി ജീവിക്കും? ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? എൻ്റെ അയൽവാസിക്ക് നല്ലതായി തോന്നുന്ന ഒരു കാര്യം എനിക്ക് ചീത്തയായി തോന്നും, എനിക്ക് നല്ലതായി തോന്നുന്നത് ചിലപ്പോൾ അവന് ചീത്തയായി തോന്നും. ഇത് വേർതിരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെയാണ് അടിസ്ഥാനപരമായി നന്മ തിന്മകൾ വേർതിരിക്കപ്പെടൽ ആവശ്യമായി വരുന്നത്. ആ വേർതിരിവ് എങ്ങനെ സാധ്യമായി തീരും? മനുഷ്യന്റെ ബുദ്ധി കൊണ്ടത് ചിന്തിച്ച് വേർതിരിക്കുക സാധ്യമല്ല. അതാണ് ഭൗതിക പ്രസ്ഥാനങ്ങൾക്ക് പറ്റിയ പരാജയം. ഒരു കാലത്ത് വിമർശിച്ചത് പിന്നീട് നടപ്പാക്കേണ്ടി വരും. അതുകൊണ്ട് ആത്യന്തികമായി ശരിതെറ്റുകളെ വേർതിരിച്ചു മനസ്സിലാക്കി കൊടുക്കണം മനുഷ്യർക്ക്. അത് ആർക്കാണ് സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുന്ന അതിൻ്റെ കാറ്റലോഗ് ഇറക്കിയിരിക്കുന്ന അതിൻ്റെ കമ്പനിയാണ്. മനുഷ്യനെന്ന അത്ഭുതത്തിന്റെ കലവറയായ സൃഷ്ടിയുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലുമുള്ള മാർഗദർശനം നൽകാൻ മനുഷ്യന്റെ സൃഷ്ടാവായ ജഗന്നിയന്താവായ തമ്പുരാൻ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു തആല അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് അയച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നാഥൻ ആ ദൗത്യമാണ് നിർവഹിച്ചത്. ആ പ്രവാചകന്മാർ വന്നുകൊണ്ട് ഒന്നാമതായി മനുഷ്യനെ പരിചയപ്പെടുത്തിയത് ഞാൻ നേരത്തെ വിശദീകരിച്ച ഏകദൈവ വിശ്വാസമാണ്. തുല്യതയില്ലാത്ത, പകരം മറ്റൊന്നു വെക്കാൻ സാധ്യമാകാത്ത സംശുദ്ധമായ ഏകദൈവ വിശ്വാസം. മനുഷ്യന്റെ പോക്കറ്റടിക്കാത്ത, പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാത്ത, മധ്യവർത്തികളില്ലാത്ത, ഇടയാളന്മാരില്ലാത്ത, രൂപമില്ലാത്ത, ചിത്രമില്ലാത്ത, ആഘോഷ കമ്മിറ്റികളില്ലാത്ത, പടം പിടുങ്ങുന്ന ഏർപ്പാടുകളില്ലാത്ത മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ ചിന്ത സൃഷ്ടാവായ ദൈവവുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന സംശുദ്ധമായ ഏകദൈവ വിശ്വാസം. ഈ യാഥാർത്ഥ്യം മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ ആശയം.
പക്ഷെ അവിടെയാണ് മതത്തിൽ പിൽക്കാലത്ത് കടന്നു വന്ന പുരോഹിതന്മാർ കത്തിവെച്ചിട്ടുള്ളത്. അവർക്ക് കീശ വീർപ്പിക്കണമെങ്കിൽ, അവർക്ക് പാവങ്ങളുടെ പോക്കറ്റ് അടിക്കണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ പേരിൽ അവതാരങ്ങളായി കടന്നു വരണം, മനുഷ്യ ദൈവങ്ങളായി കടന്നു വരണം, ഔലിയാക്കളായി കടന്നു വരണം, പുണ്യപുരുഷന്മാരായി കടന്നു വരണം. അതുകൊണ്ട് സാക്ഷാൽ ദൈവത്തിന്, ഏകനായ റബ്ബിന് മാത്രം സമർപ്പിക്കപ്പെടേണ്ടുന്ന ആരാധനകൾ, ഹവിസ്സുകൾ, നേർച്ചകൾ, സമർപ്പണങ്ങൾ അത്തരം കേന്ദ്രങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നു. അവിടെ വരുമാനമുണ്ടാകുന്നു, പെട്ടിയുണ്ടാകുന്നു, പെട്ടിവരവുണ്ടാകുന്നു, മതം ചൂഷണമായി തീരുന്നു. ഇത് കണ്ട് മതത്തെ അറിഞ്ഞിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ മതം ചൂഷണമാണ്, മതം വർഗീയതയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നു. അവിടെയാണ് വിഷയത്തിന്റെ മർമ്മം. രണ്ടാമതൊരു പ്രശ്നം, മനുഷ്യൻ ഈ ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജീവിതത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് അവന് ലഭിക്കണം. നേരത്തെ ഇവിടെ സംസാരിച്ച പോലെ മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്നതാണ് മനുഷ്യന്റെ ജീവിതമെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. കാരണം ഈ താമരശ്ശേരിയിലെ ഏറ്റവും നല്ലവനായ ഒരു മനുഷ്യൻ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മുന്നിൽ നടന്ന ഒരാള്, അയാൾ മരിച്ചു പോകുന്നു. താമരശ്ശേരിയിൽ ഒരു ഖബർസ്ഥാനിൽ അയാളെ മറവ് ചെയ്യുന്നു. ഇവിടെ തന്നെയുള്ള വേറൊരാള്, നാട്ടിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, റൗഡിയായി ജീവിച്ച, പിടിച്ചുപറിക്കാരനായി ജീവിച്ച, ആളുകൾക്ക് പണം കടം കൊടുത്ത് വാങ്ങിയ ഒരാള്, അയാൾ മരിച്ചു പോകുന്നു. ഒരു പക്ഷെ അയാളെയും അതേ ഖബർസ്ഥാനിൽ, അതേ ശ്മശാനത്തിൽ മറവ് ചെയ്യുന്നു. രണ്ടുപേരുടെയും ജീവിതം അവിടെ തീരുന്നെങ്കിൽ ഒരാളുടെ നന്മയെ വാഴ്ത്തുന്നതിലും മറ്റേയാളുടെ അക്രമത്തെ അപലപിക്കുന്നതിലും എന്തർത്ഥമുള്ളത്? രണ്ടാളുടെയും ജീവിതം മരണത്തോടുകൂടി തീർന്നു പോയെങ്കിൽ, ഭർത്താവ് ഗൾഫിലായിരുന്നിട്ടും ജീവിതത്തിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിൽ അടക്കി ഒതുക്കി കഴിയുന്ന പതിവ്രതയായ ഒരു സ്ത്രീ, അവൾ മരിച്ചു പോകുന്ന ഈ നാട്ടിലെ ഒരു ശ്മശാനത്തിൽ, ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെടുന്നു. അവളുടെ അയൽവാസിയായ മാംസം വിറ്റ് ജീവിക്കുന്ന, വേശ്യയായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ മരിച്ചു പോകുന്നു, അവളെയും മറവ് ചെയ്യുന്നു. അവളുടെയും ജീവിതം അവിടെ തീർന്നു പോകുന്നുവെങ്കിൽ ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ധാർമ്മികതയ്ക്ക് എന്തർത്ഥമാണുള്ളത്? മൂല്യങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത്? പാവപ്പെട്ടവനെ പോക്കറ്റടിക്കുന്ന ചൂഷകനെതിരായുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത്? കാരണം ചൂഷകനും ചൂഷിതനും രണ്ടുപേരും മരണത്തിലൂടെ ഒരുപോലെ ആയി കഴിഞ്ഞുവെങ്കിൽ അപ്പോൾ മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്നു ജീവിതമെങ്കിൽ ജീവിതത്തിന് അർത്ഥമല്ല. ആ കാണുന്ന ഇലക്ട്രിക് ലൈനിൽ തട്ടി ഷോക്കേറ്റ് താഴോട്ട് വീണ് പടഞ്ഞു ചാവുന്ന ഒരു കാക്കയെ പോലെ, അല്ലെങ്കിൽ അതിലെ പോകുന്ന ഒരു ലോറിയുടെ ചക്രത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോകുന്ന ഒരു പൂച്ചയെ പോലെ ആ മരണത്തിലൂടെ ജീവിതം അവസാനിച്ചു പോകുന്നെങ്കിൽ മൂല്യങ്ങൾക്ക് എന്തർത്ഥം സഹോദരങ്ങളെ? സേവന പ്രവർത്തനങ്ങൾക്ക് എന്തർത്ഥം? അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായി വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നു, മരണത്തോടുകൂടി തീരുന്നതല്ല ജീവിതം. മരണം യഥാർത്ഥമായ ജീവിതത്തിലേക്കുള്ള ഒരു കവാടമാണ്. അത് ബോധ്യപ്പെടാൻ മനുഷ്യരുടെ മുമ്പിൽ ചില തെളിവുകൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഏതൊരാളും വിദേശത്തേക്ക് യാത്ര പോകാൻ വേണ്ടി കരിപ്പൂരിലെ അല്ലെങ്കിൽ എറണാകുളത്തെയോ കൊച്ചിയിലെയോ തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ ചെന്നാൽ നിങ്ങൾ അവിടെ ക്യാമറക്ക് മുമ്പിൽ നിൽക്കണം. കൃത്യമായി അവിടെ അത് രേഖപ്പെടുത്തപ്പെടും. തിരിച്ചു വരുമ്പോഴും അങ്ങനെ വേണം. ഗൾഫിൽ ചെന്നിറങ്ങിയാൽ അവിടെയുണ്ട്. ഐ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ. എന്താ ഈ ഐ ടെസ്റ്റ്? എന്തിനു വേണ്ടി ഈ ഐ ടെസ്റ്റ്? എന്തുകൊണ്ട് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നാൽ ഇയാളിവിടെ വിസ ഉള്ള ആളാണോ അല്ലേ, ഇയാളിവിടെ എന്നാ വന്നിറങ്ങിയത് എന്നൊക്കെ കൃത്യമായിട്ട് എങ്ങനെ ലഭിക്കുന്നു? കാരണം ഏതൊരാളുടെയും കണ്ണ് മറ്റൊരാളുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. കണ്ണിന് ചുറ്റിലുമുള്ള, കൃഷ്ണമണിക്ക് ചുറ്റിലുമുള്ള സാധാ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമാകാത്ത അത്രയും നേരിയ അതിലെ രേഖകൾ ഒരാളുടേത് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരാളുടെ കണ്ണ് മറ്റൊരാളുടെ കണ്ണിൽ നിന്ന് വ്യത്യസ്തമാണ്. ബലാത്സംഗ കേസുകളിൽ പലപ്പോഴും തുമ്പായി തീരാറുള്ളത് വിധേയായ വ്യക്തിയുടെ ദേഹത്ത് നിന്ന് കിട്ടിയ പ്രതിയുടെ ഒരു മുടിയിഴയാണ്. കാരണം ഒരാളുടെ മുടിയിഴ പോലെയല്ല മറ്റൊരാളുടെ. കെമിക്കലായി, ഫിസിക്കലായി അത് വ്യത്യാസമുള്ളതാണ്. ലോകത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ വ്യത്യസ്തമാണെങ്കിൽ, മുടിയിഴകൾ വ്യത്യസ്തമാണെങ്കിൽ, അതേപോലെ വൈവിധ്യമുള്ള ഒന്നാണ് വിരലഗ്രം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ ദൈവമാരെന്ന് പരിചയപ്പെടുത്തി, ജീവിതം എന്തെന്ന് ബോധ്യപ്പെടുത്തി, അക്രമത്തിലും അനീതിയിലും ജീവിച്ചൊരു ജനതയുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശം ഇസ്ലാം പരിചയപ്പെടുത്തിയപ്പോ, അതിൽ അടിസ്ഥാന വിശ്വാസമായ മരണാനന്തര ജീവിതം പരിചയപ്പെടുത്തിയപ്പോ, നിഷേധികളായ ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട് ദ്രവിച്ച എല്ലുകൾ കയ്യിൽ പിടിച്ച് അതിനെ ധൂളികളാക്കി പൊടിപ്പിച്ച് പറത്തി വിട്ടിട്ട് ചോദിച്ചു, മുഹമ്മദ് എന്തൊരു വിഡ്ഢിത്തം,
ഈ ദ്രവിച്ച എല്ലുകളെ വീണ്ടും പുനർജനിപ്പിക്കുമെന്നാണോ പറയുന്നത്? ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ലോകത്തിന്റെ രക്ഷിതാവ് വിശുദ്ധ ഖുർആനിലെ വചനം അവതരിപ്പിച്ചത്. അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ ദ്രവിച്ച എല്ലുകളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല എന്ന്? അവന്റെ വിരലഗ്രങ്ങളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണെന്ന് നാം നേരിക്കെ. മനുഷ്യന്റെ ഓരോരുത്തരുടെയും വിരലഗ്രങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണല്ലോ തമ്പി ബ്രഷം വേണ്ടി വരുന്നത്. വില്ലേജ് ഓഫീസിൽ ചെന്ന്, രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് എല്ലാ പേപ്പറും ഒപ്പിട്ട് കഴിഞ്ഞാൽ അവസാനം ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഒരു തമ്പി ബ്രഷം വേണ്ടി വരുന്നത് കൊണ്ടാണ്. നേരത്തെ ഇട്ട എല്ലാ ഒപ്പുകളിലും കൃത്രിമത്വം സാധ്യമാണ്. പക്ഷേ ഈ വിരലഗ്രം വ്യത്യസ്തങ്ങളാണ്. ഈ വൈവിധ്യം സൃഷ്ടിച്ച ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യനെ പഠിപ്പിച്ചു, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു സംവിധാനിച്ചുവെങ്കിൽ നിങ്ങൾ മരിച്ചു മണ്ണോട് ചേർന്ന ശേഷം വീണ്ടും പുനർജനിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങളുടെ കർമ്മങ്ങളെ വിചാരണ നടത്തുന്ന ഒരു ലോകമുണ്ട്. നന്മ തിന്മകൾ കൃത്യമായി വേർതിരിച്ച് തൂക്കി കണക്കാക്കി നന്മയുടെ അടിസ്ഥാനത്തിൽ സ്വർഗീയ സൗഭാഗ്യവും തിന്മകൾ കാരണത്താൽ നരകീയ ശിക്ഷയും നൽകപ്പെടുന്ന ഒരു ലോകമുണ്ട് എന്ന് മനുഷ്യരെ പഠിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യരെ നന്നാക്കാൻ, മനുഷ്യരെ ഒന്നാക്കാൻ സാധ്യമാകുന്ന അടിസ്ഥാന വിശ്വാസ പ്രമാണം. ഏകദൈവ വിശ്വാസവും മരണാനന്തര ജീവിത വിശ്വാസവും. അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മഹാരഥന്മാരായ പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ആ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടം 14 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള അജ്ഞതയുടെ അന്ധകാരത്തിൽ ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ സമൂഹത്തിലേക്ക് കടന്നു വന്ന് 23 വർഷക്കാലം എന്ന നിസ്സാരമായ ഒരു കാലഘട്ടം കൊണ്ട് ആ മഹാനായ പ്രവാചകൻ സമൂഹത്തെ മാറ്റിയെടുത്തു. ആ ശബ്ദം, ആ സന്ദേശം ബന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ വിശ്വാസ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരിന്നും ജീവിക്കുന്നു. എന്താണ് ഈ ആദർശം, ഈ ആശയം മനുഷ്യരെ പഠിപ്പിക്കുന്നത്? ആ ആശയത്തിന് നമ്മൾ അറബിയിൽ ഇസ്ലാം എന്ന് പറയും. ആ വാക്കിനർത്ഥം സമർപ്പണം, സമാധാനം, കീഴൊതുങ്ങൽ. സൂര്യൻ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു, അതുകൊണ്ട് സൂര്യൻ പ്രശ്നങ്ങളില്ലാതെ നിലനിൽക്കുന്നു, അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ ദൈവത്തിന്റെ കൽപ്പനയെ മാത്രം അംഗീകരിച്ചു, അതുകൊണ്ട് ചന്ദ്രൻ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ പ്രശ്നങ്ങളില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങൾ, മരങ്ങൾ, മൃഗങ്ങൾ, സകലജാതി സൃഷ്ടി വസ്തുക്കളും. എന്നാൽ മനുഷ്യൻ വ്യത്യസ്തനാണ്. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. മനുഷ്യന്റെ പ്രത്യേകത, അവന് കൃത്യമായി വഴി കാണിക്കപ്പെട്ടു. നന്മയെ തെരഞ്ഞെടുക്കാനും അതേപോലെ തിന്മയെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവന് നൽകപ്പെട്ടു എന്നതാണ്. ഈ മനുഷ്യരുടെ മുമ്പിലാണ് മഹാനായ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം കൊണ്ടുവന്നുകൊണ്ട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്. ഇവിടെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെ പല കമന്റുകളും നമ്മൾ വായിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു കിതാബാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം 14 നൂറ്റാണ്ട് മുമ്പ് വന്ന ഒരു വ്യക്തിയാണ് എന്ന നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. വിമർശനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, പക്ഷെ വിമർശിക്കുമ്പോൾ അതിന് തെളിവിൻ്റെ പിൻബലമുണ്ടാകണം, അതിന് സത്യത്തിൻ്റെ മെമ്പൊടി ചേർക്കാൻ സാധ്യമാകണം. ഈ പ്രവാചകൻ അവതരിപ്പിച്ച, ഈ പ്രവാചകൻ കൊണ്ടുവന്നിരിക്കുന്ന ആശയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് തെളിവുകളെ മുൻനിർത്തി, ആധുനിക സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മുൻനിർത്തി ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ സാധിക്കുമോ? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസ ദർശനം. ആ വിശ്വാസ ദർശനത്തിന് പകരം വെക്കാൻ, ഏകദൈവ വിശ്വാസത്തിന്, ഏകദൈവ ആരാധന പകരം വെക്കാൻ ലോകത്തിന്റെ മുമ്പിലുള്ള മറ്റൊരാദർശം എന്താണ്? മരണാനന്തര ജീവിതത്തെ മുൻനിർത്തിയുള്ള മനുഷ്യന്റെ സംസ്കരണ പ്രക്രിയക്ക് പകരം വെക്കാൻ ലോകത്തിന്റെ മുമ്പിൽ മറ്റാദർശങ്ങൾക്ക് എന്താണുള്ളത്? ഇനി മനുഷ്യ ജീവിതത്തിന്റെ മറ്റു തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവിയാകുമ്പോൾ സമൂഹമായി ജീവിക്കണമെങ്കിൽ അവിടെ ഒരു ഏകം, ഒരു യൂണിറ്റ് രൂപപ്പെടണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി വസ്തുക്കൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അവയൊക്കെ ഇണകളാണ് എന്നതാണ്. എല്ലാം പാരസ്പര്യ ബന്ധത്തിലാണ്. എല്ലാം ഞാൻ വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഒച്ച നിങ്ങൾ ഉറക്കെ കേൾക്കുന്നത് ഒരു പാരസ്പര്യ ബന്ധമാണ്. ഇലക്ട്രോൺ പ്രോട്ടോൺ എന്ന വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം, ഫാന് കറങ്ങുന്നത് ഒരു പാരസ്പര്യ ബന്ധമാണ്. നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന രണ്ട് വിരുദ്ധ ധ്രുവങ്ങളുടെ ഒന്നിച്ചുള്ള നിലനിൽപ്പ്. ആ കടയിൽ നിന്ന് പച്ചക്കറി നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ പിന്നിലുള്ളത് ഒരു പാരസ്പര്യ ബന്ധമാണ്. ആ കായ്കനികളും പഴങ്ങളും ഉണ്ടായ കേസരവും ജനിയും തമ്മിലുള്ള ഒത്തുചേരലിലൂടെയാണ്.
പ്രപഞ്ചത്തിലെ സകലവും സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമിയിൽ നിന്ന് പൊട്ടിമുളക്കുന്ന വസ്തുക്കളിലും മനുഷ്യദേഹങ്ങളിലും മനുഷ്യർക്കറിയാത്ത എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ്. ഈ ഇണതത്വം അതാണ് പ്രപഞ്ചത്തിൽ സമാധാനം ഉണ്ടാക്കുന്നത്. ഈ ഇണകളുടെ മ്യൂച്വാലിറ്റിയാണ്, പാരസ്പര്യ ബന്ധമാണ് പദാർത്ഥങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. ഈ പാരസ്പര്യ ബന്ധത്തെ മനുഷ്യ ജീവിതത്തിലും ഏറ്റവും ഉത്തമമായ നിലയിൽ നിലനിർത്താൻ വേണ്ടി പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. സെക്സ് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന താല്പര്യങ്ങളിൽ ഒന്നാണ്. ആ സെക്സുമായി ബന്ധപ്പെട്ട് രണ്ട് കാഴ്ചപ്പാടുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഒന്ന്, സെക്സ് എന്നത് അടിച്ചമർത്തേണ്ടതാണ്. മനുഷ്യന്റെ മോചനം എന്ന് പറയുന്നത് ലൈംഗികതയെ അടിച്ചമർത്തുന്നതിലാണ്, സന്യാസത്തിലാണ് എന്ന് വാദിച്ച ആളുകൾ. രണ്ടാമത്തേത് ഓപ്പൺ സെക്സിന്റെ, വി വാണ്ട് ഫ്രീഡം, തുറന്ന ലൈംഗികതയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആളുകൾ. നിക്കാഹില്ലാതെ, താലികെട്ടില്ലാതെ, കുടുംബമില്ലാതെ ഒന്നിച്ചുള്ള ലിവിങ് ടുഗദർ എന്ന സങ്കല്പത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായ ലൈംഗികതയുടെ ആഹ്വാനം. ഇസ്ലാം ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ നിൽക്കുന്നു. ബ്രഹ്മചര്യം അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാവുന്നതല്ല, സെക്സിനെ തുറന്നു വിടാനുള്ളതുമല്ല. പിന്നെ വിവാഹമെന്ന പരിശുദ്ധ കർമ്മത്തിലൂടെ, വിവാഹമെന്ന മാതൃകാപരമായ കർമ്മത്തിലൂടെ സ്ത്രീയെയും പുരുഷനെയും ഏകോപിപ്പിച്ചുകൊണ്ട് നിർമ്മാണാത്മകമായ ഒരു കുടുംബ വ്യവസ്ഥയുടെ അടിക്കല്ലിടുന്നു. അവിടെ ചില ബാധ്യതകൾ പരസ്പരം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പുരുഷന് പുരുഷൻ എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, സ്ത്രീക്ക് സ്ത്രീ എന്നുള്ള ഉത്തരവാദിത്തങ്ങൾ. ഈ രണ്ട് ഘടകങ്ങൾ ഭൗതികമായി വ്യത്യസ്തമാണ്, സ്വഭാവപരമായി വ്യത്യസ്തമാണ്, ശാരീരികമായി വ്യത്യസ്തമാണ്, വൈകാരികമായി വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകളെ ഏകോപിപ്പിക്കുകയാണ് പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളെ പോലെ തന്നെ വിവാഹത്തിന്റെ, സെക്സിന്റെ കാര്യത്തിലും ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അവിടെ വിവാഹപ്രായം എത്തിയിരിക്കുന്ന പെൺകുട്ടിയെ അനുയോജ്യനായ ഒരു പുരുഷനെ കണ്ടെത്തി അയാൾക്ക് കൈപിടിച്ചുകൊണ്ട് സ്രഷ്ടാവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പരിശുദ്ധമായ കർമ്മം. ഡിസ്പോസിബിളിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും അങ്ങനെ യൂസ് ആൻഡ് ത്രോ എന്ന സിദ്ധാന്തം ലോകത്ത് ഭൗതികവാദികൾ അതിനുവേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ല, മീസാഖുൻ ഗലീദ്, സുദൃഢമായ ഒരു കരാറാണത്, മരണം വരെ നിലനിൽക്കേണ്ടുന്ന കരാർ. ആ കരാറിൽ ഈ രണ്ട് ഘടകങ്ങളും ഉത്തരവാദിത്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അങ്ങനെ വിവാഹത്തിലൂടെ ആരംഭിക്കുന്ന മനുഷ്യന്റെ കുടുംബജീവിതം ആദാന പ്രദാനങ്ങളിലൂടെ അത് മുന്നോട്ട് നീങ്ങണം. പരസ്പരം സമാധാനവും സ്നേഹവും പങ്കിട്ട് മസ്കൻ, വീടെന്ന കേന്ദ്രത്തിൽ അവരൊന്നിച്ചു കഴിയുമ്പോൾ ആ ആനന്ദ വല്ലരിയിൽ വിരിയുന്ന കുസുമങ്ങളാണ് സന്തതികൾ. അവരുടെ സംസ്കരണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടേതായ എല്ലാ ഉത്തരവാദിത്തവും മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. അങ്ങനെയുള്ള സമാധാനത്തിന്റെ കേന്ദ്രമായ വീട്ടിൽ സ്വാഭാവികമായി വൃദ്ധ മാതാപിതാക്കൾ ഉണ്ടാകും. അവരെ ആട്ടിയോടിക്കാനുള്ളതല്ല, അവരെ വഴിയാധാരമാക്കാനുള്ളതല്ല, മറിച്ച് സമൂഹത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് ഇസ്ലാം വാർദ്ധക്യത്തെ കണ്ടു. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഇന്നത്തെ ഏറ്റവും വലിയ സാമൂഹിക ദുരന്തങ്ങളിൽ ഒന്ന് വാർദ്ധക്യം നേരിടുന്ന പ്രശ്നങ്ങളാണ്. 2015 കേരളത്തിലെ വൃദ്ധസദനങ്ങളുടെ എണ്ണം 500ഓളമായിരുന്നെങ്കിൽ 8 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 2023 അവസാനെത്തിയപ്പോ അതിന്റെ 4 മടങ്ങിലേറെ കവിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിൽ പോലും 200-ലേറെ വൃദ്ധസദനങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവിടെ ഈ പരിശുദ്ധമായ മതം മനുഷ്യരെ പഠിപ്പിച്ചു, വാർദ്ധക്യം വഴിയാധാരമാകാൻ പാടില്ല. وَقَضَىٰ رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا. എന്ന വാക്ക് പോലും പറയാതെ വിനയപൂർവ്വം നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുത്തുകൊണ്ട് നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണം. വൃദ്ധസദനങ്ങളുടെ സംസ്കാരമല്ല മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു വീട്, സ്നേഹത്തിൽ കഴിയുന്ന ദമ്പതികളുള്ള ഒരു വീട്, സന്തതികൾക്ക് സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു വീട്. ആ ഉത്തമമായ മൂല്യത്തിന്റെ കടക്ക് കത്തിവെക്കുകയാണ് ആധുനിക ലിബറലിസം ചെയ്യുന്നത്. സ്വതന്ത്രതാവാദം അവതരിപ്പിച്ചുകൊണ്ട് വിവാഹത്തിനപ്പുറത്ത് ലിവിങ് ടുഗദർ എന്ന സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഇവർക്ക് എന്താണ് പകരം വെക്കാനുള്ളത്? മൂല്യങ്ങളില്ലാത്തൊരു ലോകത്തേക്ക്, ആണും പെണ്ണും കെട്ടൊരു ലോകത്തേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുക എന്ന അപകടകരമായ. ഈ അടുത്ത്
എറണാകുളത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്യാമ്പസിലുണ്ടായ പ്രശ്നം നമുക്കറിയാം. ഞാൻ LGBT ആണ് എന്ന് പറഞ്ഞ് ലേഡീസ് ക്യാമ്പസിൽ എനിക്ക് അഡ്മിഷൻ നൽകണമെന്ന് പറഞ്ഞ് ചെന്ന ഒരു ആൺകുട്ടി. അങ്ങനെ വേണമെന്നാണ് വാദം. കാരണം അതാണല്ലോ ഇന്ന് ക്യാമ്പസുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുരുഷനും സ്ത്രീയും ആണും പെണ്ണും എന്നതാണ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിന്റെ സംവിധാനമെങ്കിൽ അല്ല അതിനപ്പുറത്ത് ഒട്ടനവധി വരുന്ന പേരുകൾ നൽകിയിട്ട് അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന വൃത്തികെട്ട അവസ്ഥയിലേക്ക് പുതിയ തലമുറയെ നയിക്കുമ്പോൾ അത് കേവലം ഈ ഒരു സംഘടന നേരിടുന്ന പ്രശ്നമല്ല, അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. സമാധാനപൂർവ്വം കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും പ്രശ്നമാണ് ഈ സ്വതന്ത്രതാവാദികൾ ഇന്ന് മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിധത്തിൽ തന്നെ മാനുഷികമായ മനുഷ്യ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വരുന്ന വിഷയങ്ങൾ നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ വർഗീയതയുടെ വിളയാട്ടം, വിശ്വാസ രംഗത്ത്, അനുഷ്ഠാന രംഗത്ത് കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും നമ്മുടെ നാടിന്റെ പാരമ്പര്യം നമുക്കറിയാം. പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന സുന്ദരമായ ഇന്നലകൾ നമുക്കുണ്ടായിരുന്നു. തന്റെ വീട് പോകുമ്പോൾ അന്യമതസ്ഥരായ അയൽവാസിയുടെ വീട്ടിൽ താക്കോലേൽപ്പിച്ചു കൊടുത്തിരുന്ന പരസ്പര ഉൾക്കൊള്ളലിന്റെ, പരസ്പര സഹകരണത്തിന്റെ, പരസ്പര ഐക്യത്തിന്റെ മഹിതമായ ഇന്നലകൾ അത് മാറിയിട്ട് പരസ്പരം സംശയിക്കത്തക്ക വിധത്തിൽ വർഗീയതയുടെ വിത്തറയ്ക്ക് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യരെ ഭിന്നിപ്പിക്കുമ്പോൾ സമാധാനം ഇവിടെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ ഈ കാര്യത്തിലുള്ള നിർദ്ദേശം, നിങ്ങൾ കൃത്യമായ ഏകദൈവ വിശ്വാസം മുറുകെ പിടിക്കണം, വേദഗ്രന്ഥം പഠിപ്പിക്കുന്നതിനനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുമ്പോഴും ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണെന്നാണ്. കാരണം ഒരാളെ പിടിച്ചിട്ട് മാപ്പിളയാകടാ എന്ന് പറഞ്ഞ് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല ഇസ്ലാം. ശരീരത്തിൽ നിന്ന് അല്പം തൊലി നീക്കിക്കഴിഞ്ഞാൽ ആകാൻ സാധിക്കുന്ന ഒന്നല്ല ഇസ്ലാം. ഇത് മനുഷ്യന്റെ വിശ്വാസവുമായി, കർമ്മവുമായി, അനുഷ്ഠാനവുമായി, ബന്ധങ്ങളുമായി, ബാധ്യതകളുമായി, ഇടപാടുകളുമായി, ജീവിതത്തിന്റെ നിഖില മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രകൃതിയുടെ സന്ദേശമാണ്. അതൊരാൾ ആയുധം കാണിച്ച് മാറ്റാവുന്ന ഒന്നല്ല, ഭൗതികമായി എന്തെങ്കിലും ഒന്ന് വെച്ച് നീട്ടിയിട്ട് മാറ്റാവുന്ന ഒന്നല്ല. മനുഷ്യ ജീവിതത്തിന്റെ നിഖില തലങ്ങളെയും സ്പർശിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമാണ് ഈ ആദർശം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനം, നിർബന്ധ മതപരിവർത്തനം എന്ന വാക്ക് പോലും ഇസ്ലാമിന് അന്യമാണ്. മനുഷ്യ ബുദ്ധിയുടെ മുമ്പിൽ ബുദ്ധിയോട് സംസാരിക്കുന്ന ഈ ആശയത്തിന് ആയുധം കാണിച്ച ഒരാളെ മാറ്റിയെടുക്കുക സാധ്യമല്ല. ഏതൊരു മനുഷ്യന്റെ മുമ്പിലും അവതരിപ്പിക്കാവുന്ന കൃത്യമായി സന്ദേശം അതേതെങ്കിലും ഒരു തലത്തെ മാത്രം ചൂഴ്ന്നു നിൽക്കുന്നതല്ല. ഇസ്ലാമിന് ലോകത്തോട് എന്തു പറയാനുണ്ട് പലസ്തീനിന്റെ പ്രശ്നം മുന്നിൽ വെച്ച്, അഫ്ഗാനിന്റെ പ്രശ്നം മുന്നിൽ വെച്ച് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായ മറുപടിയുണ്ട്. പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾ പരസ്പരം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുന്നതിന് വേണ്ടി, ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോ അവിടങ്ങളിലൊക്കെ അവരുടെ കരാളഹസ്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലസ്തീനിന്റെ മണ്ണിൽ 1948 അക്രമത്തിന്റെ മാർഗത്തിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ രൂപം കൽപ്പന ചെയ്തിട്ട് അവിടങ്ങളിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലായി പച്ച മനുഷ്യരെ ചുട്ടുകൊന്നു. ഇന്നും 20,000-ലേറെ വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആളുകളെ കിരാതമായി കൊല ചെയ്യുമ്പോഴും ലോക പോലീസായി ചമഞ്ഞ ആളുകൾ, ഇറാഖിന്റെ മണ്ണിൽ ഭീകരവാദത്തിനെതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ, അഫ്ഗാനിന്റെ മണ്ണിൽ ഭീകരവാദത്തിനെതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ആളുകളെ പലസ്തീനിന്റെ മണ്ണിൽ ആ ഭീകരതക്കെതിരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ഇരട്ടത്താപ്പാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉന്നത കുലജാതയായ ഒരു സ്ത്രീ മോഷണം നടത്തി അവളുടെ കാര്യത്തിൽ റെക്കമെൻഡിന് വേണ്ടി വന്ന ആളുകളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു പ്രവാചകന്റെ ചരിത്രമുണ്ട്. എൻ്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും അവളുടെ കരം ഞാൻ മുറിക്കും എന്ന് പറഞ്ഞ പ്രവാചകന്റെ ചരിത്രം. നീതി നടപ്പാക്കുന്നിടത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല, ഭൗതിക മോഹങ്ങളില്ല. സ്വന്തം ബന്ധുക്കൾക്കോ സ്വന്തം മാതാപിതാക്കൾക്കോ എതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്താകണമെന്ന വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമാണ് ആ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. സാമ്പത്തിക രംഗം നമുക്കറിയാം, അഴിമതിയും അക്രമവും ചൂഷണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായി
വളരെ കൃത്യമായി ഏത് കാലഘട്ടത്തിലുമുള്ള ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധ്യമാകുന്ന ഒരു സാമ്പത്തിക ദർശനം മഹാനായ പ്രവാചകൻ അവതരിപ്പിച്ചു. ഒന്ന്, അധ്വാനത്തിന്റെ പ്രസക്തി ഉയർത്തി കാണിച്ചു. കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറൻ, ആശാരിപ്പണി എടുത്തുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് സക്കരിയ അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാം കൊല്ലപ്പണിയെടുത്ത് ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ് ഏറ്റവും ഉത്തമമെന്ന് പഠിപ്പിച്ച് ഡിഗ്നിറ്റി ഓഫ് ലേബർ, തൊഴിലിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാലനായിരുന്ന കാലഘട്ടം ആടുകളെ മേച്ച് ജീവിച്ച് യൗവനത്തിന്റെ കാലഘട്ടത്തിൽ കച്ചവട യാത്രകൾ നടത്തി തൻ്റെ വരുമാനത്തിന് വേണ്ടി അധ്വാനിച്ച് തൊഴിലിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു മഹാനായ പ്രവാചകൻ. കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കലാണ് അന്യന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം എന്ന് പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ. മാത്രമല്ല, സാമ്പത്തികമായ ഇടപാടുകളുടെ കാര്യത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തുൽ, അന്യായമായി നിങ്ങൾ സ്വത്ത് ഭുജിക്കാൻ പാടില്ല. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമ്പത്ത് അത് ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നതാണ്, റബ്ബിൻ്റെതാണ്. അതുകൊണ്ട് ഉപയോഗിക്കുന്നിടത്തിൽ സൂക്ഷ്മതയുണ്ടാകണം. അതിലെ 2.5% നാട്ടിലെ അവകാശികളായ ആളുകൾക്കായി സക്കാത്തായി നൽകപ്പെടേണ്ടുന്നതാണ്. അതിലുപരി സ്വതക്കയായി ദാനധർമ്മമായി നൽകപ്പെടേണ്ടതാണ്. ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അന്യായം ചെയ്യാൻ പാടില്ല. ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂമ്പാരമാക്കി വെച്ചിരുന്ന കച്ചവടക്കാരൻ വിൽപ്പനക്ക് വെച്ചിരുന്ന ധാന്യക്കൂമ്പാരത്തിന്റെ അടിയിലേക്ക് കൈയിട്ടപ്പോ നനവ് കണ്ടപ്പോ ആ കച്ചവടക്കാരനെ ഗുണദോഷിക്കുന്നു. ന്യൂനതകൾ മറച്ചു വെച്ച് കച്ചവടം ചെയ്യാൻ പാടില്ല. ഉപഭോഗ വസ്തുവിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന ബിസിനസിന്റെ ബാലപാഠം പഠിപ്പിച്ചു. അതേ പ്രകാരം തന്നെ മറ്റൊരാളുടെ സാമ്പത്തിക പ്രതിസന്ധി ചൂഷണം ചെയ്ത് അവന്റെ സ്വത്ത് നീ സ്വന്താക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യ സ്ഥലത്ത് നീ കൊണ്ടുവന്ന ഒരു വിപണന വസ്തു ഈ നാട്ടിൽ അതിന് ഡിമാൻഡ് കൂടുതലുണ്ട് എങ്കിൽ നീ അത് ഈ നാട്ടിൽ അതിനെക്കുറിച്ച് അറിയാത്ത, അതിന്റെ മൂല്യം അറിയാത്ത ആളുകളുടെ മുമ്പിൽ കച്ചവടം ചെയ്യരുത്, ആളുകളെ ചൂഷണത്തിന് വിധേയമാക്കരുത് എന്ന് പഠിപ്പിച്ചു. എത്ര ഉത്തമമായ ആദർശം, എത്ര ഉത്തമമായ ഒരാശയം! അങ്ങനെ കുടിൽ മുതൽ കൊട്ടാരം വരെ മനുഷ്യ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന മഹത്തായി ആദർശം, ദൈവത്തിന്റെ മുമ്പിലുള്ള സമർപ്പണം, സൃഷ്ടാവിന്റെ മുമ്പിലുള്ള സമർപ്പണം, അതാകുന്നു ഇസ്ലാം. ആ സൃഷ്ടാവും സൃഷ്ടിയും തികച്ചും വ്യത്യസ്തനാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നു, അവൻ്റെ ജീവനാഡിയേക്കാൾ ഞാൻ അവനോട് അടുത്തിരിക്കുന്നവനാണ്. അവൻ്റെ മനസ്സെന്ത് മന്ത്രിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ സൃഷ്ടാവിൻ്റെയും സൃഷ്ടിയുടെയും ഇടയിൽ മധ്യവർത്തികൾ ആവശ്യമില്ല, ഔലിയാക്കൾ ആവശ്യമില്ല, പുണ്യപുരുഷന്മാർ ആവശ്യമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളുകൾ ആവശ്യമില്ല. സൃഷ്ടാവായ റബ്ബും സൃഷ്ടിയായ മനുഷ്യനും തമ്മിൽ പ്രാർത്ഥനയിലൂടെ നേർക്കുനേരെ ബന്ധപ്പെടുന്ന ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, എന്നോട് മാത്രം പ്രാർത്ഥിക്കുക. അതുകൊണ്ട് 17 തവണ വിശ്വാസി പ്രഖ്യാപിക്കുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പിൽക്കാലത്ത് മനുഷ്യരെ തെറ്റിക്കാൻ പലരും കടന്നു വന്നു. ഏകനായ നാഥന് മാത്രം സമർപ്പിക്കപ്പെടേണ്ടുന്ന പ്രാർത്ഥന ഖബറുകളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു, പുണ്യപുരുഷന്മാരുടെ ഔലിയാക്കളുടെ മഹാത്മാക്കളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. അവിടെയാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടത്, അവിടെയാണ് ഇസ്ലാം അപഭ്രംശത്തിന് വിധേയമായത്. അവിടെ നിന്ന് മനുഷ്യ സമൂഹത്തെ നാഥന്റെ മുമ്പിലുള്ള സമർപ്പണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു മഹത്തായ ഈ പ്രസ്ഥാനം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ലിബറലിസം തലക്ക് പിടിച്ചുകൊണ്ട് ആണും പെണ്ണും കെട്ടൊരു സമൂഹത്തെ ക്യാമ്പസുകളിൽ സൃഷ്ടിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചപ്പോൾ അരുതെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ മറവിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അതിനെതിരെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി നൂറ്റാണ്ടുകളായി മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്ന കുടുംബ സാമൂഹ്യ വ്യവസ്ഥകളിലെ ധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള തീവ്രയത്നവുമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് കടന്നു വന്നു. സ്ത്രീകളുടെ നേരെ അനീതിയും അക്രമവും വർദ്ധിച്ചു വന്നപ്പോൾ ഒരു ഭാഗത്ത് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും മറുഭാഗത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തപ്പോൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യം,
സ്ത്രീ അർഹിക്കുന്ന സ്വാതന്ത്ര്യം അത് വകവെച്ചു കൊടുക്കുന്നിടത്ത് ഈ പ്രസ്ഥാനം എന്നും മുന്നിലുണ്ടായിത്തീർന്നു. സമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് ആധുനിക ഇന്ത്യ നേരിടുന്ന വർഗീയതയ്ക്കെതിരെ, ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടത്തിലും സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനം അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സവിസ്തരം മറ്റു വിഷയങ്ങൾ, ഫാമിലി കോൺഫറൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാര ശേഷം പ്രമുഖരായ നേതാക്കളാൽ ഇവിടെ വിശദീകരിക്കപ്പെടും. എല്ലാം കേൾക്കുന്ന, എല്ലാം വിലയിരുത്തുന്ന, എല്ലാത്തിനും കാതോർത്ത് സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കി സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ അത് പിന്തുടരുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത അങ്ങനെയുള്ളൊരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന താമരശ്ശേരിയിലെ സഹൃദയരായ മുഴുവൻ ആളുകളോടും മഗ്രിബ് നമസ്കാര ശേഷവുമുള്ള ഈ പ്രോഗ്രാമിൽ അതിൽ ശ്രോതാക്കളായി നിങ്ങൾ ഉണ്ടാകണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയും സമയം എൻ്റെ ശബ്ദത്തിന് കാതോർത്ത നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കാരുണ്യവാനായ റബ്ബുൽ ആലമീനായ നാഥൻ നന്മയെ മുറുകെ പിടിച്ച് അവസാന നിമിഷം വരെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം വരിച്ച് സ്വർഗീയ ആരാമത്തിൽ ഒന്നിച്ചു കഴിയാനുള്ള സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.